ഭിന്നശേഷി അധ്യാപക നിയമനത്തിൽ സർക്കാർ തീരുമാനം വൈകിയെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ. ഉത്തരവ് നേരത്തെ ആകാമായിരുന്നു. ഒരേ വിധിക്ക് വേണ്ടി ഒരുപാട് പേർ കോടതി കയറുന്നതല്ലല്ലോ ജനാധിപത്യമെന്നും മാർ തോമസ് തറയിൽ പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. അതിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയോടും ആദരണീയനായ മുഖ്യമന്ത്രിയോടും എല്ലാവരോടും ഞങ്ങൾ നന്ദി പറയുകയാണ്. കുറേ വർഷങ്ങളായിട്ട് 22,000-ഓളം അധ്യാപകരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു വലിയ പ്രശ്നമായിരുന്നു അത് കുറച്ച് മാനേജ്മെൻറ്റുകളുടെ പ്രശ്നം എന്നുള്ള രീതിയിലല്ല, മറിച്ച് ജോലിക്ക് കൂലി കിട്ടാത്ത കുറേ മനുഷ്യരുടെ ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോൾ ചില സ്കൂളുകളിലൊക്കെ 11 അധ്യാപകരുള്ള സ്കൂളിൽ വെറും 3 പേര് മാത്രം ശമ്പളം മേടിക്കുകയും ബാക്കി 8 പേര് ദിവസക്കൂലി ദിവസവേതനത്തിൽ ജോലി ചെയ്യുകയൊക്കെ ചെയ്യുന്ന വല്ലാത്ത ഒരു സാഹചര്യം. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട്. അതൊരു വേദനാജനകമായ ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സമരത്തിലേക്കല്ലല്ലോ പോകേണ്ടത്. നമ്മൾ തന്നെ സമരത്തിലേക്ക് പോകാതെ തന്നെ സമൂഹത്തിന് താളം തെറ്റുന്ന പരിപാടികളുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഭരണകൂടമല്ലേ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ കൂടെ സമൂഹം നിൽക്കണം. അങ്ങനെയാണല്ലോ. അപ്പോൾ അതിന് പകരമായിട്ട് ഇപ്പം വീണ്ടും സമയങ്ങളിലൂടെ കൂട്ടി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇതുവരെ നശിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വീണ്ടും നശിക്കട്ടെ എന്നാണ് അർത്ഥം. പണം സാമ്പത്തികം കിട്ടുമായിരിക്കാം, പക്ഷെ അതിനപ്പുറമായി ഉണ്ടാകുന്ന നശീകരണം, ശിഥിലീകരണങ്ങൾ അത് വളരെ വലുതായി മാറുന്നു എന്നുള്ളതാണ്. ഭിന്നശേഷി സംവരണത്തിൽ ഡോക്ടർ യുഹാനോൻ മാർ ദിയസ് കറോസിൻ മെത്രാപ്പൊലീത്തയുടെ പ്രതികരണമാണ്, ഓർത്തഡോക്സ് സഭയുടെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആ റിപ്പോർട്ട്, അതിൻ്റെ ബാക്കി അശ്വിൻ പാലാഴി നമുക്ക് നൽകും. അതായത് ഈ ഒരേ വിധിക്ക് വേണ്ടി ഒരുപാട് പേർ കോടതി കയറുന്നതല്ലല്ലോ ജനാധിപത്യമെന്ന് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പറഞ്ഞു. ഉത്തരവ് നേരത്തെ ആകാമായിരുന്നു എന്ന അഭിപ്രായമാണ് അവർക്കുള്ളത്. അശ്വിൻ, ഈ ഉത്തരവ് വന്നത് നന്നായി, ഇത്തരത്തിലൊരു ഉത്തരവ് വന്നത് നന്നായി. പക്ഷേ ഒരേ വിധിക്ക് വേണ്ടി ഒരുപാട് പേർ, അത് പല വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഇത് നേരത്തെ ആകാമായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം വന്നത്. അശ്വിൻ പറയും. സ്മിത, NSS സമ്പാദിച്ച വിധി NSSന്റേത് മാത്രം എന്ന സർക്കാർ നിലപാട് വന്നപ്പോൾ അതിനെ ഏറ്റവും രൂക്ഷമായ രീതിയിൽ എതിർത്തതായിരുന്നു അന്ന് ചങ്ങനാശ്ശേരി അതിരൂപതയും ഒപ്പം ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലുമൊക്കെ. അതിൽ ശക്തമായ നിലപാട് അന്ന് സ്വീകരിച്ചതും മാർ തോമസ് തറയിലാണ്. അതിനുശേഷം ജോസ് കെ മാണിക്കൊപ്പം വിദ്യാഭ്യാസ മന്ത്രി ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്തെത്തി ബിഷപ്പുമായി നേരിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോഴും അന്ന് ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വിധിയിൽ ഒരു തിരുത്തലാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ തീരുമാനത്തിൽ ഒരു തിരുത്തലായിരുന്നു. എന്തായാലും ഏറെ വൈകിയാണെങ്കിലും ഒരു തിരുത്തൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിനെ സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഇത് നേരത്തെ ആകാമായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ബിഷപ്പ് ഇപ്പോൾ പറയുന്നത്. ഒരു വിധിക്ക് വേണ്ടി ഒരുപാട് പേർ കോടതി കയറി ഇറങ്ങേണ്ടതില്ലല്ലോ, അത് ജനാധിപത്യമല്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതായത് ജനാധിപത്യമായ നീതി ആ സംഭവത്തിൽ ഈ ഭിന്നശേഷി അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഉണ്ടായില്ല എന്നുള്ളതാണ് ആ ഒരു വിമർശനമായി അദ്ദേഹം ഈ നിലവിലെ തീരുമാനത്തെ ആശ്വാസകരമെന്ന് പറഞ്ഞ് സ്വാഗതം ചെയ്യുമ്പോഴും പറയുന്നത്. എന്തായാലും ഈ ഉത്തരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിലവിലൊരു തീരുമാനമാണ് വന്നിരിക്കുന്നത്. ഈ ഉത്തരവിനായി സഭ കാത്തിരിക്കുകയാണ്. ഉത്തരവിൽ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് വിശദമായി പഠിച്ച ശേഷം കൂടുതൽ പ്രതികരണം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇത് ക്രിസ്ത്യൻ മാനേജ്മെന്റുകളുടെ മാത്രം പ്രശ്നമായിരുന്നില്ല എന്ന് വൈകിയാണെങ്കിലും സർക്കാർ മനസ്സിലാക്കി എന്നുള്ളതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തീരുമാനമാണോ എന്ന ചോദ്യത്തിന് അങ്ങനെയാണെങ്കിൽ പോലും അതിൽ പ്രശ്നമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഒരുപാട് പേരെ 20,000-ലധികം വരുന്ന അധ്യാപകരെ ബാധിക്കുന്ന പ്രശ്നമായിരുന്നു. അതിന് പരിഹാരമായതിൽ സർക്കാരിന് നന്ദി കൂടി പറഞ്ഞാണ് ബിഷപ്പ് തന്റെ പ്രതികരണം അവസാനിപ്പിച്ചത്. ശരി, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.